ഹായ് എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഞാനും അലിക്കുട്ടനും കൂടെ കുടംപുളി തപ്പിപ്പോയതാണ് കേട്ടോ. അപ്പം കുടംപുളിയുടെ എണ്ണം കുറഞ്ഞത് കൊണ്ട് 2 ദിവസം കൂടുമ്പോഴൊക്കെയാണ് ഇപ്പം നമ്മൾ പോകുന്നത്. അതുകൊണ്ട് ഇത് കണ്ടില്ല. 2 ദിവസം ആയിന്ന് തോന്നുന്നു വിരിഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ നല്ലത് മാത്രമേ ഇതിനകത്ത് നിന്ന് എടുക്കുന്നുള്ളൂ. കുറേ ഉണ്ടായിരുന്നു. നമ്മുടെ പറമ്പിൽ ഇടയ്ക്കിടയ്ക്ക് ഇത് ഉണ്ടാകാറുണ്ട് കേട്ടോ. പല ഭാഗങ്ങളിലായിട്ട് ഉണ്ടാകാറുണ്ട്. ഈ രാസവള പ്രയോഗം കുറഞ്ഞ പറമ്പുകളിലാണ് ഇത് ഉണ്ടാകുന്നത് കേട്ടോ. അപ്പോൾ ഇത് കുറേ ഉണ്ടായിരുന്നു. കുറേ ഇങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റാത്ത പോലെ ആയിപ്പോയി. അപ്പോൾ അതൊന്നും ഞങ്ങൾ എടുത്തില്ല കേട്ടോ. നല്ലത് മാത്രം ഞങ്ങൾ ഉള്ളതിനകത്ത് നിന്ന് പറിച്ചെടുത്തു. ഇവിടെ എല്ലാവർക്കും കൂൺ ഇഷ്ടമാണ്. മസാലക്കറി വെക്കാനോ അല്ലെങ്കിൽ തോരൻ വെക്കാനോ ഒക്കെ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറേ പറിച്ചെടുത്തു. നമുക്ക് എത്ര രൂപ കൊടുത്താലും മാർക്കറ്റിലൊന്നും കിട്ടാത്ത സാധനമല്ല ഈ വക കൂണുകൾ. കൂണ് കിട്ടുന്നില്ല എന്നല്ല, പക്ഷേ ഇതുപോലെയുള്ള കൂണുകളൊക്കെ നമുക്ക് മാർക്കറ്റിലൊന്നും അവൈലബിൾ അല്ലല്ലോ. ഇതുകൊണ്ട് ഇതൊക്കെ പോയതാണ് കേട്ടോ. നിറമൊക്കെ മാറി നിൽക്കുന്നുണ്ടോ? കുറേ ഉണ്ടായിരുന്നു. കിട്ടുകയാണെങ്കിൽ 2-3 വീട്ടുകാർക്ക് ഉപയോഗിക്കാനുള്ള ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ നമുക്ക് കിട്ടിയില്ല. ഞങ്ങളതെല്ലാം നന്നാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിവശത്തു നിന്നത് കത്രിക കൊണ്ട് അങ്ങ് കണ്ടിച്ച് കളഞ്ഞു കേട്ടോ മണ്ണൊക്കെ. അതിന് ശേഷം നമ്മൾ ഇങ്ങനെ കഴുകിയെടുക്കാൻ പോവുകയാണ്. നന്നായിട്ട് ഒലച്ച് കഴുകിയെടുക്കണം കേട്ടോ. തല്ലിയല്ല കേട്ടോ, ഒലച്ച് വെള്ളത്തിലിട്ട് നന്നായിട്ട് ഒലച്ച് കഴുകിയെടുക്കണം. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കുറച്ച് നേരം നമ്മൾ വെക്കുകയാണ്. അതിന് വിഷാംശങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. നമുക്കിത് വൈകുന്നേരമാണ് കിട്ടിയത്. നൈറ്റ് ഇവിടെ ആരും ചോറില്ലാത്തതുകൊണ്ട് നമ്മൾ അന്ന് വെച്ചില്ല കേട്ടോ. അന്ന് നമ്മൾ ഉപ്പ് പറ്റിച്ച് വെച്ചതേ ഉള്ളൂ. പിറ്റേ ദിവസമാണ് നമ്മളിത് തോരനാക്കി എടുക്കുന്നത്. മസാലയൊന്നും ചേർക്കാതെ കൂണിൻ്റെ നാച്ചുറലായിട്ടുള്ള ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് വേറെ സാധനങ്ങളൊന്നും നമ്മൾ ചേർത്തില്ല. നമ്മൾ സാധാ തോരനരയ്ക്കുന്ന പോലെ ചുവന്നുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ഒക്കെയാണ് കേട്ടോ ഇതിന് അരച്ചത്. അങ്ങനെ ഞാൻ ഉപ്പ് വരിച്ച് വെച്ചേക്കുമായിരുന്നു. അപ്പോൾ ആ പാത്രത്തിൽ തന്നെ നമ്മുടെ കൂണ് 2 സൈഡിലേട്ടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്ത് കടുക് പൊട്ടിച്ചു. ഉണ്ടാക്കി പെറുക്കി വന്നപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ സാധനം. ഇനി ഇതിലേക്ക് നമ്മൾ ഒതുക്കി വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കുവാണ്. ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്താൽ മതി. നമ്മുടെ കൂണ് തോരൻ ഇവിടെ റെഡിയാണ് കേട്ടോ. വിഷക്കൂണൊക്കെ കാണും. അതൊക്കെ വേർതിരിച്ചറിയാനുള്ള കഴിവുണ്ടെങ്കിൽ മാത്രമേ കൂണൊക്കെ തോരൻ വെച്ച് കൂട്ടാവുള്ളൂ. പലർക്കും അപകടം വരാറുണ്ട്. കൂണുകൾ പറമ്പിൽ നിന്ന് കിട്ടുന്നതൊക്കെ ഭക്ഷ്യയോഗ്യമാണ് എന്നോർത്ത് കഴിച്ചിട്ട്. അപ്പം അങ്ങനെയൊന്നും അബദ്ധത്തിലൊന്നും ചെന്ന് ആരും ചാടരുത്. അപ്പം ഞാൻ ആ ജാറ് കഴുകിയ വെള്ളം കൂടി ഒന്ന് ഒഴിച്ച് കൊടുത്തതാണ് കേട്ടോ. ഇനി ഒരു 2 മിനിറ്റത്തേനൊന്ന് അരപ്പൊന്ന് മൂത്ത് വരാനായിട്ട് നമുക്കൊന്ന് മൂടി വെക്കാം. നമ്മുടെ കൂണ് തന്നെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റ ബൈ ബൈ. ഓക്കെ, സീ യു.